അപരന്റെ കൈത്താങ്ങിലാണ് നമ്മുടെ അനുദിന ജീവിതം. ഒരാൾക്ക് മറ്റൊരാളെ കരം പിടിച്ച് നയിക്കാൻ കഴിയണമെങ്കിൽ വ്യക്തിപരമായ അടുപ്പവും അകമഴിഞ്ഞ ആത്മാർത്ഥതയും മറയാത്ത സാന്നിധ്യവും ആവശ്യമാണ്. ജൈറോസിന്റെ മകളെ കരം പിടിച്ച് മരണത്തിൽ നിന്ന് ജീവന്റെ തുടിപ്പ് അവൾ കേൾക്കുന്നു. സംശയ തിരമാലകളാൽ വിശ്വാസക്കടലിന്റെ ആഴങ്ങളിൽ ഭയത്തോടെ താണുപോയ പത്രോസിന്റെ അല്പവിശ്വാസത്തെ ശാസിച്ച് യേശു അവന് കരം നൽകി മറുകര അണയ്ക്കുന്നു. നമുക്ക് നേരെ നീട്ടുന്ന കരങ്ങളെ തിരിച്ചറിയാം. നാം ജീവിതത്തോണി തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ യാത്രയിൽ അവന്റെ കരങ്ങൾ നമ്മെ ലക്ഷ്യത്തെത്തിക്കട്ടെ. കേഴുവതെന്തിന് മകനേ മകളെ, കാത്തിരിക്കാം ഞാൻ നിനക്കു വേണ്ടി. കാവലായി നിൻ വഴിത്താരയിലും കണ്ണടയ്ക്കാതെ ഞാൻ